ഞങ്ങളുടെ സ്നേഹവിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. നറുതേൻ മൊഴികളുമായി മനസ്സ് കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ദേവൂട്ടൻ. വെൽക്കം ദേവ് നാരായണൻ ഓൺ സ്റ്റേജ്. നീ എവിടെ കണ്ട് അടി കൂടാൻ പോകുന്ന ലക്ഷണത്തിനാണല്ലോടാ വരുന്നത്. ഈ കയ്യിലെന്ത് മക്കളെ വീണതാ സ്റ്റെപ്പ് കയറുമ്പോ? അത് അനുപല്ലവിയിലെ സംഗതി പോകാൻ ചാൻസ് ഉണ്ടോ ആ കാരണം കൊണ്ട്? അല്ല ഇങ്ങനെ കയ്യിലൊക്കെ അടി ഒരു സിമ്പതി കിട്ടും നമ്മുടെ കയ്യിൽ. ഏത് പാട്ടാ പാടുന്നത്? ചന്ദ്രമണി സന്ധ്യയുള്ള ബെസ്റ്റ് പാട്ട് മോനെ. ഞാൻ 2-3 പേര് പാടിയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത്. ഒന്ന് ഭാനു സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മുടെ ശ്രീനന്ദ് കുട്ടൻ. അസലായിട്ട് പാടി. അടുത്ത പ്രതീക്ഷ നിന്നിലാണ്. താങ്ക് യു സാർ. മോൻ കലക്ക് മോനെ. അവനെ ടെൻഷൻ അടിക്കണ്ടേ, പഞ്ച് വേണം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളി ഉണരു പ്രണയഭരിത കവിത ഉണരു മനസ്സു നിറയെ മധുര ഹരിത മതമോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതെടു തുതിചേരണ
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. കരള മധുര മുരളി ഉണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയെ മധുരഹരിത മതമോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് സ്തുതിചാരണ ബലിപാടതിലനുപദമനുപദമഴകൾ അതിമുഖിമൂസകിമയിൽ നടയിവളുടെ നടൻ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം. മക്കളെ എന്തോ സാർ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. നല്ല അറ്റംപ്റ്റ് ആണ് ഇതങ്ങനെ എളുപ്പത്തിൽ പാടി ഫലിപ്പിക്കാൻ പറ്റത്തില്ല. മോൻ മാക്സിമം പാടിയിട്ടുണ്ട്. ഓ. 1-2 സ്ഥലം പോയി അത് മോനെ തന്നെ അറിയാം. കാരണം അനുവല്ലുവിളി കുറച്ച് കട്ട് വരുന്നുണ്ട്. ഈ അക്ഷരങ്ങള് പൂർത്തീകരിക്കാതെ അറ്റം കട്ട് ചെയ്യുന്നു. അപ്പൊ ആ ശ്വാസം കിട്ടാതെ വരുന്നോണ്ടുള്ള ഒരു പ്രശ്നമാണ്. മനസ്സുകളുടെ അവിടെ നിന്ന് പാടിക്കത് മനസ്സുകളുടെ കുളിരരുവികളിൽ ജിലും ജിലും അടുത്ത് ഇനി നിലവിലെ ജലകളികളിൽ ഉണരുമറിയ പ്രണയകളികൾ തിരനുരയിടും ഒരു കടലിലെ ഗസലിലലിയും അലസമായി. ഇനി നിലവിലെ ജലകളികളിൽ ഉണരുമറിയ പ്രണയകളികൾ തിരനുരയിടും ഒരു കടലിലെ ഗസലിലലിയും അലസമായി. ഇത് ബലെ. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. സബാഷ്, സബാഷ്. ഈ ഒരു പോർഷനാണ് മോന് പോയത്. അതെ. രണ്ടാമത്തേല് പിന്നെയും ആകാരം കുറച്ചൊക്കെ റെഡി ആയിട്ട് വന്നു. പക്ഷെ ഇപ്പൊ നല്ല ഉഗ്രമായിട്ട് പാടും. താങ്ക് യു സാർ. ചിലരൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്, മോൻ വെളിയിൽ നിന്ന് പാടുമ്പോഴത്തേക്ക് അസാധ്യമായിട്ട് പാടുന്നുണ്ട്, ഈ തട്ടി കയറുമ്പോഴാണ് പേടി വരുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഓ താങ്ക് യു. കാരണം ഈ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രയാസമാണ് പാടി ഒപ്പിക്കാൻ. ബട്ട് മാക്സിമം മോൻ്റെ എന്താണ് ജസ്റ്റിസ്, നീതി പുലർത്തിയിട്ടുണ്ട് ഇതിന് കേട്ടോ. ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇല്ലാതില്ല. ശ്രുതിയൊക്കെ തിരി പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഡാൻസേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് നല്ല ഒരു ഓളമായിരുന്നു. താങ്ക് യു സാർ. നൈസ്. ചക്കരെ എന്തോ സാർ. നന്നായിട്ട് പാടി മോനെ, താങ്ക് യു സാർ. സൂപ്പറായിരുന്നു. കാര്യം ഈ ഒരു ഏരിയ ആയിരുന്നു ഭീകരമായിട്ട് മക്കളുടെ കൈ വിട്ടു പോയത്. അതിപ്പോ നീ പാടി ശരിയാക്കി. അണ്ണാച്ചി, ഐ ലവ് യു. അല്ല, അത് അന്ന് നമുക്ക് പാടാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇന്ന് സ്റ്റേജിൽ പാടുമ്പോൾ ഇവനുണ്ടാകുന്ന പോലത്തെ കുഴപ്പങ്ങൾ ചില ഇത് വലിയ മെനക്കേടാണ് അത് പാടാൻ. അത് ഈ അണ്ണാച്ചിക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അത് നമുക്ക് അല്ലേ അണ്ണനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, അത് ബ്യൂട്ടിഫുൾ. അണ്ണാച്ചി ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ തന്നെ അതിനൊരു സുഖമാണ്. അത് അണ്ണൻ അക്ഷരം പറയുന്നതും കൃത്യമായിട്ട് അങ്ങോട്ട് പറയും. അപ്പോൾ അണ്ണാച്ചി ലവ് യു ഒരു തവണ കൂടി. താങ്ക് യു. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. മക്കളെ ചക്കര, ഇത് പ്രധാനമായിട്ടുള്ള ഇതാണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന പോർഷനാണ്. പിന്നെ ചില സംഗതികൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും, കുറച്ചും കൂടെ തെളിച്ചം. അത് മാത്രം മക്കളെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പ്രാവുകളുടെയൊക്കെ കാര്യം അറിയാമല്ലോ. അത് പിന്നെ മോനെ ഈ സംഗതികളില്ലേ, ഈ സംഗതികൾക്ക് ഒരു ക്രിസ്പിനെസ് അത് വേണം. അതാണ് അപ്പോഴാണ് ആ ക്ലാരിറ്റി കിട്ടുന്നത്. മറ്റേ ഊ എന്ന് പറഞ്ഞു എന്തോന്നൊന്നും അറിയാൻ പറ്റത്തില്ല, സ്വരങ്ങൾ കാണുകയും ചെയ്യും കേട്ടോ. അത് ആ സംഭവം ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ മക്കളെ. പക്ഷെ എന്തൊക്കെയാലും ഡാൻസേഴ്സും എല്ലാവരും കൂടെ കലക്കി അവസാനം അണ്ണാച്ചിയും കൂടെ ചേർന്ന് അതൊരു ഉത്സവമാക്കി നമുക്ക് തന്നു. താങ്ക് യു കുട്ടാ, താങ്ക് യു, ലവ് യു. അണ്ണാച്ചി പോയി, ഐ ലവ് യു. ഒരു രക്ഷയില്ല. ഇത് ഈ പാട്ട് ഇതെപ്പോൾ കേട്ടാലും ഇത് എനർജിയാണ്. പെട്ടെന്ന് വേറൊരു ലോകത്തെത്തിയ ഒരു അങ്ങനത്തെ ഒരു കോമ്പസിഷനാണ് അങ്ങനെ പാടി വെച്ചിരിക്കുക. അങ്ങനത്തെ ലിറിക്സും എല്ലാം കൊണ്ടും മോൻ ഈ പാട്ട് ഈ ഒരു അവസ്ഥയിൽ ചൂസ് ചെയ്തത്, ഫോർ എക്സാമ്പിൾ സെമി പോലെ ഒരു മേജർ ഒരു റൗണ്ടിൽ ചൂസ് ചെയ്തത് ബോൾഡ് ഡിസിഷനാണ് മോനെ. അമേസിങ്, ബോൾഡാണ്. സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസമാണ് ആ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടോ, പവർഫുൾ പ്രസന്റേഷൻ. ഡാൻസേഴ്സും എല്ലാവരും അവസാനം എം ജി എണ്ണം പാടിയപ്പോൾ അവർ ഇംപ്രവൈസ് ചെയ്ത് അവർ ഒരുമിച്ച് സിംഗിൾ തന്നെ കളിച്ചു. അതെ, എല്ലാം കൂടെ മോനെ എൻ്റെ എല്ലാവരും കാണിച്ച കാര്യങ്ങളെല്ലാം ശരിക്കും ഒരു ലാലേട്ടനെയൊക്കെ അനുസ്മരിപ്പിച്ചു. മോൻ്റെ ചില ചേഷ്ടകളും ഭാവഹാവാദികളും ഒക്കെ കേട്ടോ. ആ ഒരു കൂൾ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ മോനെ. അടിപൊളി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. ആദ്യം ശ്രീയേട്ടാ ഒരു വലിയ നമസ്കാരം. താങ്ക് യു. യു ആർ അമേസിങ്. അത് ശ്രീയേട്ടൻ ഇങ്ങനത്തെ ഫാസ്റ്റ് സോങ്സിനല്ല, എന്ത് അടിപൊളി പാട്ടായാലും എന്ത് ഫാസ്റ്റ് ക്ലാസിക്കൽ സോങ് ആയാലും അതിൻ്റെ ഒരു ക്ലാസിനെസ് അല്ലേ, അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ
ഇത് പ്രയാസമാണ്, പക്ഷെ വളരെ ഈസി ആയിട്ട് പാടുന്നത് പോലെ തന്നെ തോന്നും നമുക്ക്. അത് പക്ഷെ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ പാടി നോക്കുമ്പം. പക്ഷെ മോനെ ദേവു എന്തൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. മൈ ഗോഡ്, അമേസിങ് എഫേർട്ട്. ഇത് ഈ പാട്ട് ഒരു മാരത്തോൺ റണ്ണിങ് റേസ് ആണ്. എവിടെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അത്രയും ഒരു ഫോക്കസ് വേണം, അത്രയും ഒരു പ്രസൻസ് വേണം. പക്ഷെ ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് പാടാം സംഗതികൾ. വോയിസിലുള്ള ആ ഒരു ജെന്റിൽനെസ് അല്ലേ, അത് നല്ലതാണ്. പക്ഷെ ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ ആ ഒരു ഫോഴ്സ് വേണം, ആ ഒരു ആവേശം വേണം ചില സംഗതികൾ പാടുമ്പോൾ. ആൻഡ് ക്ലാരിറ്റി, അത് ഡിഫൈൻഡ് ആയിട്ട് പാടണം. പക്ഷെ ഇത്രത്തോളം പാടിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സെമി ഫൈനൽസിലെ ഈ റിസ്ക് എടുത്തുല്ലേ, അപ്പോൾ ഒരു വലിയ ഒരു ബിഗ് ഹാൻഡ് ഷേക്ക്. അഭിമാനം തോന്നുന്നു എനിക്ക് ഒരുപാട്. അപ്പൊ ഫൈനൽസിൽ ഇനിയും ഒരു ഡിഫിക്കൽട്ട് ചാലഞ്ചിങ് സോങ് എടുത്തോണ്ട് വരണം. അത് തകർപ്പൻ പെർഫോമൻസ് വേണം. അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ആദ്യ ഒരു ചന്ദനമണി പൂക്കുറ്റി. ചന്ദനമണി സന്ധ്യകളൊരു കടയിൽ നടനം തുടരുക Good luck, dear. താളം. സർഗ സംഗീത വേദിയിലേക്ക് എത്തുന്നു ലക്ഷ്യ. വെൽക്കം ലക്ഷ്യ കിരൺ ഓൺ സ്റ്റേജ്. ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി. ലക്ഷ്യയ്ക്ക് ഞാനും പാട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവളും ഞാനും കൂടെ പാടുമായിരുന്നു. ഞാൻ ലക്ഷ്യ കിരണിൻ്റെ കൊച്ചച്ഛനാണ്. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പോലെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ കൊച്ചിന് പാടാൻ അവസരം കിട്ടിയതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഈ ഘട്ടം വരെ സെമി ഫൈനലിൻ്റെ ഘട്ടം വരെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ലക്ഷ്യ കിരൺ ചെറുപ്പം മുതൽ നല്ല രീതിയിൽ പാടുമായിരുന്നു. ഇപ്പോൾ സെമി ഫൈനലിൽ കിടക്കുന്ന ലക്ഷ്യ കിരണിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ലക്ഷ്യ കിരൺ കൊണ്ട് വിജയം ഞങ്ങൾക്കെന്നും അഭിമാനകരമാണ്. അവിടെ വന്നുകൊണ്ട് അവൾക്ക് ഈ പാട്ട് ഇത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഇനി അവൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. വേളൂർ എന്ന കരയുടെ പേര് തന്നെ പ്രശസ്തിയായത് ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ നാമധേയത്തിലാണ്. ഈ പാത പിന്തുടരുന്ന ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ലക്ഷ്യ ഈ നിലയിൽ എത്തുന്നതിന്. ടോപ്പ് സിംഗർ പോലെയുള്ള ഒരു വേദിയിൽ എൻ്റെ മകൾ എത്തിപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ അവരോട് എല്ലാം നന്ദി പറയുന്നു. ലക്ഷ്യ KG തന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പം നല്ലപോലെ പാടുമായിരുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടിയാണ്. അങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോയി പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഷീസ് എ ടാലൻറ്റഡ് സിംഗർ. ഓൾ അപ്രീസിയേഷൻ ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ഹർ ടു കം അപ്പ് റിയലി വെൽ. ഓൾ ക്രെഡിറ്റ്സ് ടു ദ ടോപ്പ് സിംഗർ. ടോപ്പ് സിംഗറിൻ്റെ ഈ വേദിയിൽ ലക്ഷ്യ നിൽക്കുന്നത് കാണുമ്പം വളരെയധികം സന്തോഷമാണ്. ലക്ഷ്യയുടെ പാട്ടുകൾ ഞങ്ങൾ എല്ലാവരും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. We wish her all the best and wish her to be the topmost singer of this world. ഇതെന്തോ പാൻറ്റായത്? മോളിഞ്ഞിട്ട് വരുന്ന വഴി വെള്ളത്തിൽ വല്ല മുക്കിയായിരുന്നു? ഇല്ലല്ലോ, കളറ് പോയി താഴെ. അല്ലല്ല, അത് നീല കളറായിരുന്നു, പാന്റ് നീല കളറായിരുന്നു. കളറ് പോയി വെള്ളത്തിൽ. അല്ല, അവിടെ കൂടുതൽ സോപ്പ് ഇട്ടിട്ടുണ്ട്, അതാണ് പ്രശ്നം. അപ്പൊ ലക്ഷ്യക്കുട്ടി ഏത് പാട്ടാ പാടുന്നേ? മഴവില്ലാടും മലയുടെ മുകളിൽ. ആ, ഡെന്നിസ് ജോസഫാണ് ഇതിന്റെ സംവിധായകൻ. അദ്ദേഹം തന്നെയാണ് എഴുതിയത്. ONV സാറാണ് സംഗീതമല്ല ഞാൻ ഞങ്ങൾ ഇതുവരെ പറഞ്ഞില്ല സംഗീതം ആരാന്ന്. ഡെന്നിസ് ജോസഫ് സാറാണ് ഇത് ഡയറക്ട് ചെയ്തതും എഴുതിയതും. സംഗീതം ചെയ്ത് SP വെങ്കടേഷ് സാറാണ്. സംഗീതം ചെയ്തത് SP വെങ്കടേഷ് സാറാണ്. എഴുതിയതാരാ?
ചിത്രമ്മ ചിത്രാമ്മ എഴുതിയത് ഡെന്നിസ് ജോസഫ്. അല്ല ആരാ? ഡെന്നിസ് ജോസഫ്. ONV ഡെന്നിസോ? ഞാൻ വന്നോണ്ടിരിക്കാൻ നേരത്തെ എഞ്ചിങ്ങളെന്ന് വിചാരിച്ചു ഇത് കേട്ടില്ല. അല്ല ഇത് ഞാൻ പറയണേ കേൾക്ക്. ഞാന് ഇങ്ങോട്ട് വരണ വഴിക്ക് ഓ ഇപ്പൊ ഈ ബസ്സില് ബസ്സിൽ കൊറേ പേര് കിടന്ന് വിളിച്ചു. അപ്പൊ ഞാൻ കണ്ടില്ല ആരാന്ന്. ശ്രീയ വിളിച്ചു, ശ്രദ്ധ വിളിച്ചു, ഭാവി. ഒരു കെട്ട് വിളിയാ വന്നത്. അത് കാരണം ആരാന്ന് മനസ്സിലായി. പേടിച്ചു പോയി. പക്ഷെ അവര് വിളിക്കുന്ന മാത്രം സാറ് കേട്ടോളൂ. ശരി, അപ്പൊ മോള് വിളിച്ചേ, ഒന്ന് വിളിച്ചേ കേക്കട്ടെ. എന്തോ ചക്കരേ പാടാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്. മഴവില്ലാടും മലയുടെ മുകളിൽ
സാബാഷ് സാബാഷ് സാബാഷ്. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ലച്ചുകുട്ടി, എന്തോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. കാരണം കുറേ സ്ഥലങ്ങള് മനോഹരമായിരുന്നു. എങ്ങനെ പാടുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇപ്പൊ എത്ര വയസ്സായി? 8. ഈ 8 വയസ്സിലൊക്കെ ഇത് ഇത്രയും പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ അലക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ് കേട്ടോ. കാരണം ഇല്ലില്ലം കാട്ടിൽ പാടും മൈനെ, അതുപോലെ തന്നെ തച്ചോളിപ്പാട്ടിൻ താളം കേട്ടോ, അവിടെ ഒരു വേറൊരു സംഗതിയുണ്ട്. അതൊക്കെ മോൾ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഗ്രേറ്റ്നെസ് ആണ്. കാരണം ഇതിനകത്ത് ഒരുപാട് സംഗതിയുണ്ട് പാട്ടിൽ. അത് പാടി അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അത് അത്രയും കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വന്നില്ലെങ്കിൽ കൂടെ ഒരു 90% ഓളം എത്തിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നന്നായിരുന്നു മോൾ. ആ പോർഷൻ ഒന്ന് പഠിക്കുക, തച്ചോളിപ്പാട്ടിൻ. തച്ചോളിപ്പാട്ടിൻ താളം കേട്ടോ, തത്തമ്മേ പാടത്തു കൊയ്യാൻ വന്നു, ഉതിർമണി കതിർമണി തേടി പറവകൾ പലവഴി വന്നു, ഇനിയുമൊരോണം കൂടെ വരൂ. മതി മോളെ. ഇത്രയും സഞ്ചാരമില്ലേ ഇത്രയും ഏരിയയിൽ കൂടെ, ആ സഞ്ചാരത്തിന് ഞാൻ വലിയൊരു കയറിയിരുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, കളിച്ചിരി, പുകിൽമേളം, അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് മോളെ. പല സ്ഥലങ്ങളും ഇത്തിരിയൊക്കെ ശ്രുതിയും ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. ബട്ട് മോടെ ഇതിൻ്റെ ഈ എഫർട്ട് യു ഹാവ് ടേക്കൺ ഫോർ സ്റ്റഡിങ് ദിസ് സോങ് ആൻഡ് സിംഗിങ് ബോൾഡായിട്ട് ഇവിടെ പാടിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിലുള്ളൊരു പാട്ടല്ല. നന്നായിരുന്നു മോളെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഇതിനാ പറഞ്ഞ പോലെ ഈ തകിൽമേളം ഒന്നുകൂടെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാം മക്കൾക്ക്. അതുപോലെ അരുമയോട് അരികിലിരുന്നാൽ, ഇതൊക്കെ അനുപല്ലവിയുടെ സെക്കൻഡ് ഹാഫ്, അത് മോള് അതൊക്കെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാം ശ്രുതിയോടെ ചേർന്ന്. എനിക്ക് ഇതൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഉത്രമണി കത്രമണി, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഉത്രമണി കത്രമണി കുതിർ കതിർ. ഇതിനകത്ത് വേറൊരു ഫാക്റ്റ് ഉണ്ട്. അത് ഇപ്പം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഫാക്റ്റാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ജഡ്ജസിന് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ഓഡിയൻസിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ONV സാർ ഒരിക്കലും ഒരു ട്യൂണിന് വേണ്ടി എഴുതത്തില്ല. വളരെ റെയറായിട്ട് അദ്ദേഹം ചെയ്യും. അണ്ണാച്ചിക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എനിക്ക് ഒരു പാട്ടിന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ റെയറായിട്ടേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം എഴുതി കൊടുക്കും. ഉതിർമണി എന്നുള്ള ഇപ്പം അരിമയുടരികിലിരുന്നാൽ ഇതാണ് ആദ്യം. പക്ഷെ രണ്ടാമത് എഴുതിയപ്പം ഉതിർമണി കതിർമണി. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പാടുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട്. പക്ഷെ മോള് പറയുന്നത് കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളു ചക്കരെ. ഐ ലവ് യു. ഞാനും ഈ ഉത്രമണിയുടെ ഫാനായി. അതായിരിക്കും ഇനി രാഹുലിന്റെ റിംഗ് ടോൺ. അതെ, ഉത്രമണി കത്രമണി അലാറം ഉത്രമണി എണീക്കും. നന്നായിട്ട് പാടി മോളെ കേട്ടോ. ഈസി ആയിട്ടുള്ള പാട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഈ എഫേർട്ടിന് വലിയൊരു കയ്യടി തന്നെ ഉണ്ട് കേട്ടോ. നല്ല ചെറിയ കാര്യങ്ങളുണ്ട്. പല്ലവിയിലെ തകിൽ മേളത്തിന് ചെറിയൊരു തകിലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കളവും പാട്ടും തുണ്ട് പല്ലവിയിൽ കുഞ്ഞു പ്രശ്നം, കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോള് നന്നായിട്ട് പാടിയത് കൊണ്ട്, നല്ല രസമായിട്ട് പാടി, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. നന്നായിട്ട് അതിനു വേണ്ടി കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി ഇല്ലേ? അതിനൊരു വലിയ ഒരു സന്തോഷമായിട്ട് വലിയൊരു കയ്യടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ഉതിർമണി കത്തിർമണി എല്ലാം പറഞ്ഞു അല്ലേ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഈ കേട്ടോ പാടി കേൾപ്പിച്ചു അല്ലേ, മേളില് പാടിയത്. എന്ത് സ്വീറ്റാ, എന്തൊരു അത് അങ്ങനെ ഒരു സീംലെസ് ആയിട്ട് നല്ല ഫ്ലോയില് പാടി, നല്ല എഫേർട്ട്, ബ്രില്യൻറ്റ് പെർഫോമൻസ് ആണ്. നല്ലോണം പാടി. ഓൾ ദി ബെസ്റ്റ്. ആദ്യ ഒരു ഊതർമണി കതർമണി പൂക്കുറ്റി. റൗണ്ടിൽ പാടാനെത്തുന്നു ലേന. വെൽക്കം ലേന സുരേഷ് ഓൺ സ്റ്റേജ്. ഹലോ 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 ലേനക്കുട്ടി, എന്തോ ഇന്ന് ഡിഫറെന്റ് ആണല്ലോ ഡ്രസ്സൊക്കെ. ഭയങ്കര രസമുണ്ട്. കോളേജ് കുമാരിയെ പോലെ വന്നിരിക്കുന്നു. കുഞ്ഞുകുട്ടീനെ പോലെ. കുഞ്ഞുകുട്ടിയല്ല, കുറച്ച് അങ്ങനെ മുതിർന്ന കുഞ്ഞുകുട്ടി. മുതിർന്ന കുഞ്ഞുകുട്ടി. എനിക്ക് മിക്കി മൗസ് പോലെ തോന്നുന്നു. അതെന്തോ മിന്നി മൗസ്. മിന്നി മൗസ്. വേർ ഈസ് യുവർ മിക്കി? റിച്ചു.
ഓ റിച്ചുകുട്ടൻ. ഏത് പാട്ടാ പാടുന്നേ? എന്റെ എല്ലാം എല്ലാം അല്ലേ. ഓ നാണം എന്താ? അയ്യോടി. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ എന്റെ ചേലത്തെ ചെങ്കിരി അല്ലേ. അപ്പൊ ഡയലോഗ് ഒക്കെ ഉണ്ടോ അതിനകത്ത്? അതൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലേ? വയ്യ. മോക്ക് കൂടുതൽ നാണം വരുന്നതിന് മുമ്പ് പാടാം. അതെ കേട്ടോ. ഇല്ലെങ്കിൽ അവള് നാണിച്ച് കുഴഞ്ഞവിടെ ഇരിക്കും. അതെ. വിളിക്കേ, ആ ചെങ്കിരിയെ വിളിക്കേ. മിക്കി മൗസ്. എന്താടാ റിച്ചു, കുറച്ച് വയ്യാതൊണ്ടിരുന്നു അല്ലേ? ശരിയായ മക്കളെ? കുഴപ്പമില്ല. വെരി ഗുഡ് വെരി ഗുഡ്. മക്കളെ, മിന്നിയെ കുറിച്ച് നിന്റെ അഭിപ്രായം? ആര് പറയാനില്ലല്ലോ. അങ്ങനെ മക്കളെ, ഈ പാട്ട് പാടാൻ ലേനയ്ക്ക് ഭയങ്കര നാണം. അതെന്താ അത്? അത് റിച്ചു എന്നൊക്കെ പേര് പറഞ്ഞപ്പോ കൊച്ചങ്ങ് നാണിച്ച് നഖമൊക്കെ കടിച്ച്. ഭയങ്കര നാണോ റിച്ചു എന്ന് പറഞ്ഞപ്പോ? അത് ഞാൻ ഗ്രൂമിങ്ങിന് പോയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. നാണം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ എന്താ പറയട്ടെ, ഇതില് അവൾക്ക് ഡയലോഗ് പറയാൻ കുറച്ചൊരു നാണം. അത് എന്നെ നോക്കിയിട്ട്. അതാണ്. അപ്പൊ ഇവനെ നോക്കിയാലോ നമ്മുടെ ഡയലോഗേ വരും. കൂടുതൽ നാണം വരും. ആണോ? ഹയർ റേഞ്ചിലുള്ള നാണം വരും. അയ്യോ. അപ്പൊ വേണ്ട, ഇത് മതി, ചിന്ന നാണം മതി. ഓക്കെ, അപ്പൊ പാടി അങ്ങ് തകർക്കും മക്കളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് കുഞ്ഞുങ്ങളെ. താങ്ക് യു. All the best. താങ്ക് യു. മോളെ തുടങ്ങും കേട്ടോ. റോൾ ആക്ഷൻ മ്യൂസിക് പ്ലീസ്. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. അയ്യടാ എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിലുങ്ങാക്കിങ്ങനെ ചെപ്പി ചിരിക്കാൻ ചെമ്പകമൊട്ടി പിണങ്ങാൻ എന്താണ് എന്താണ് ഹോയ് 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 മിനുങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എനിക്കല്ലേ, എനിക്കല്ലേ.
ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ കിലുങ്ങാക്കിങ്ങനെ ചെപ്പി ചിരിക്കാൻ ചെമ്പകമുട്ടി പിണങ്ങാൻ എന്താണ് എന്താണ് ഹോയ് 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 മിനുങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 താങ്ക് യു. സൂപ്പർ സൂപ്പർ. റിച്ചുകുട്ടാ ഓ നന്നായിട്ട് പാടിയോനെ താങ്ക് യു. കേട്ടോ. മോന്റെ കോൺഫിഡൻസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സാർ. കാരണം സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാമിന് തീരെ വയ്യാണ്ട് പോകുന്ന ചില ഗായകരായാലും ഗായികമാരായാലും എടുത്തു പറയും ഇന്നെനിക്ക് വയ്യ, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ട് ക്ഷമിക്കണം എന്ന് പറയും. ഞാൻ അതിന് നേരെ എതിരാണ്. നമുക്ക് എന്ത് അസുഖമാണേലും എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റേജിൽ കയറിയാൽ നമ്മൾ തകർക്കും. ആ കാറ്റഗറിയിലുള്ള ഒരു നമ്മുടെ മുത്താണ് ഋതുക്കുട്ടൻ. താങ്ക് യു സാർ. നന്നായിട്ട് പാടിയാണ്. മോക്ക് എന്താ നാണവിത് എനിക്കറിഞ്ഞ മോള് അഭിനയിക്കുകയായിരുന്നു കേട്ടോ. അല്ലല്ല അതെ, അതിനോട് എനിക്ക് എതിരഭിപ്രായമുണ്ട്. അതെന്താ? കുഞ്ഞ് ജീവിക്കുകയായിരുന്നു. ആ അങ്ങനെ കുഞ്ഞ് ജീവിക്കുക. അഭിനയം എന്താ ഇത്? ഓരോ വേർഡ് ബൈ വേർഡിനും ആ കൊടുക്കേണ്ട എക്സ്പ്രഷൻ കൊടുത്തോണ്ടാണ് പാടിയത്. അത് കലക്കി. അല്ലേ തന്നെ പഴയ പാട്ടുകൾക്കൊക്കെ എക്സ്പ്രഷൻ റാണിയാണ്, എക്സ്പ്രഷൻ ചെങ്കീരിയാണ്. പക്ഷെ നന്നായിട്ട് പാടി, രണ്ടുപേരും തോപ്പം നന്നായിട്ട് പാടി. പക്ഷെ മോള് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് മാത്രം പറയുന്നു വിശറി ഉണ്ടാക്കാം. ആ രണ്ടിലെ ഒന്ന് പാടാമോ മോളെ? അവിടെ കുറച്ച് കറക്റ്റ്. അടുത്തത് നെക്സ്റ്റ്. വിയർത്തിരിക്കുമ്പം വിഷിത്തണുക്കാൻ മേഘവിശറിയുണ്ടാക്കാം. ആ ഓക്കെ ഓക്കെ. ഇതായിരുന്നു. പിന്നെ കാണാ കോണിൽ അതൊക്കെ ശകലം പ്രശ്നങ്ങളേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ രണ്ടുപേരും കൂടെ നിന്ന് പാടുന്ന കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾ രണ്ടുപേരും കൊച്ചു കിടുകാമണികൾ ഇങ്ങനെ നിന്നിട്ട് ഈ പാട്ടൊക്കെ പാടുമ്പോൾ പിന്നെ എന്താണ് ഡയലോഗൊക്കെ ചീ പോടാ നീ എഴുതി പോടാ എന്നൊക്കെ പറഞ്ഞില്ലേ? മോന് വിഷമമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. നമ്മുടെ സ്വന്തം ഋതുക്കുട്ടനെ എഴുതി പോടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ വിഷമിക്കണ്ടാണ്. അപ്പോൾ ദൈവം മകളെ കൂടെ ഉണ്ട്. മോന് ഉഗ്രായിട്ട് പാടി കേട്ടോ, താങ്ക് യു സാർ. ഉഗ്രായിട്ട് പാടിയടാ. മക്കളെ ജംഗീരി, നിന്റെ അഭിനയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ചരിത്രം. എനിക്ക് സത്യത്തിലാണ് ഇവിടെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് അവിടെ അച്ഛൻ ഇവിടെ എന്തോ ഇപ്പോൾ ഉണ്ട് ഇന്ന് തോന്നി. അച്ഛൻ കേക്കുവേ എടാ എന്നൊക്കെ പറയുമ്പോ സൂപ്പറായിട്ടുണ്ടായിരുന്നു മക്കളെ. അഭിനയം കലക്കി, പാട്ടും നല്ലതായിരുന്നു. പക്ഷെ ഈ നമ്മുടെ ചരണത്തില് കാണാ കോണിൽ അത് അങ്ങോട്ട് ചേർന്നിട്ടില്ല. അതിനുശേഷം വന്ന ലൈൻ താളത്തിലും നിന്നില്ല. അതെ, ആ താളം കുറച്ച് ചിങ്കിടി പിങ്കിടി പിങ്കോ എന്നങ്ങ് പോയി. അത് കുഴപ്പമില്ല. അത് ഇത്ര അഭിനയിച്ച് ക്ഷീണിച്ച ഒരു കുഞ്ഞല്ലേ, ഒരു നടിയല്ലേ. അപ്പൊ എങ്ങനെ ഞങ്ങളിത് പറയാനാ? അല്ലെ ഇവിടെ നമുക്ക് ആകെ ഒരു നടിയോ ഉണ്ടെന്ന് തോന്നിയപ്പോ അവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, മക്കൾ അസാധ്യമായിട്ട് അഭിനയിക്കും. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പിന്നെ സോറി ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എനിക്ക് നിന്റെ അടുത്തോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ നിമിഷത്തിലും. ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അണ്ണാച്ചി ചാൻസ് ചോദിച്ചു വരും. ഇങ്ങനെ ഞാൻ എഴുതിട്ട് ഒരു ജ്യൂസ് അല്ല உள்ள அம்மா உள்ள இருக்கு தமிழ்நாட்டுல உள்ள உட்காந்துட்டு இருக்கு சார் கொஞ்சம் வெயிட் பண்ணுங்கன்னு പറയുമ്പോ மீனுட்டி வைக்கும் அங்க யாரு நீ ശരത് സാർ വന്നിരിക്കെ കാണുന്നു கொஞ்சம் വെയിറ്റ് பண்ண അവിടെ 1 മണിക്കൂർ കഴിയുമ്പോ കൂപ്പിടെ എന്നിട്ട് നേരെ 1 മണിക്കൂർ എവിടെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് എന്നിട്ട് മീനുട്ടി തുറന്നു നോക്കും என்ன வேணும் உனக்கு ஞாபகம் இருக்கா அன்னைக்கு சொல்ல இல்லையா எனக்கு நடிகர் നടിക്ക് தெரியாதுன்னு சொல்ல இல்லையா ഉച്ചയ്ക്ക് ഇതൊക്കെ ചെയ്യും. ചെങ്കു തകർത്തു. ശരിക്കും പറഞ്ഞ ടെൻഷൻ ആയിരുന്നു എന്ന് എന്തിനാ പറഞ്ഞത്? നാണമാണെന്നോ? എന്ത് നാണം? ഒരു നാണവും ഇല്ല. മോക്ക് വേദിയിൽ ഇന്ന് ചെയ്യാൻ എന്ത് ഈസി ആയിട്ട് മോള് ചെയ്ത് ഉഗ്രനായിട്ട് ചെയ്തു. നാണമാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു.
ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു. ഒരു ശരിക്കും പറഞ്ഞ ഒരു നടികർ തിലകമായ മോള്. സീരിയസ്ലി കേട്ടോ. അതും പാട്ട് അതിന് ശേഷവും പാട്ട് കണ്ടിന്യൂ ചെയ്തപ്പോഴൊക്കെ മോള് ആ എക്സ്പ്രഷൻസ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. എക്സ്പ്രഷൻസിനൊപ്പം അതേസമയം പാട്ട് പാടുന്ന ഫീലും സംഗതികളും ഒന്നും കയ്യിൽ നിന്ന് പോയില്ല. അതൊക്കെയാണ് അതിൻ്റെ ബ്യൂട്ടി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് ചെയ്തു. അമേസിങ് പെർഫോമൻസ്. രണ്ടുപേര് റിച്ചൂട്ടൻ എന്താ കനവിലെ കള്ളൻ ചാനലെന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഒരു കള്ളൻ അവിടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. അല്ല കിട്ടുമായിരുന്നു. നല്ല ഫീലായിരുന്നു, നല്ല വൈബായിരുന്നു മോനെ. മോനിപ്പോൾ ഈ പറഞ്ഞ പോലെ മോന് സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ സ്റ്റിൽ മോൻ ഇവിടെ വന്ന് പെർഫോം ചെയ്തത് മോക്കും ഒരു വലിയ പ്രചോദനമാണ് കേട്ടോ. ഗ്രേറ്റ് ജോബ് രണ്ടുപേരും. ആൻഡ് ടോപ്പ് ബാൻഡ് വാസ് അമേസിങ് ആസ് ഓൾവേസ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ. റിച്ചു ആൻഡ് ലൈന, താങ്ക് യു. ഒരു മികച്ച പെർഫോമൻസ് ആയിരുന്നു. ലൈന കുട്ടി എന്തൊരു നടിയാ. ഓ മൈ ഗോഡ്, പിണങ്ങി ഇങ്ങനെ നിൽക്കുമ്പോ അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പോ പോയി ഒരു സ്ഥലത്തില്, പിന്നെ ആദ്യം അനുപല്ലവിയിലെ പാടിയപ്പോൾ ആ സംഗതി കറക്റ്റായിട്ട് വന്നില്ല. അത് ഈ ചെറിയ ചെറിയ ഒന്ന് പെർഫെക്ഷൻസ് വരുത്തണം തീർച്ചയായിട്ടും. അതെല്ലാം എനിക്ക് പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നീ പാട്ട് പാടിയിട്ടില്ലേ? ഉണ്ടല്ലോ, നീ ഒന്ന് പാടി നോക്കി. ഇവക്ക് നാണം വരുമോ നോക്കട്ടെ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരം നല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. അയ്യടാ അയ്യേ, നീ എന്താ നാണിക്കുന്നേ? മറ്റേ ജയതീഷ് ശ്രീമാർ കാണിക്കുന്നേ പോടാന്ന് പറഞ്ഞു. അയ്യോ എന്റെ എല്ലാം. എടാ എഴിച്ച് പോടാ. അതെന്താണോ നിനക്ക് അങ്ങനെ വന്ന ശരി? ഞാൻ അവൻ പാടിയെന്നറിയോ? എന്റെ കാലിലെ മായ ചന്ദനപ്പെട്ട് എനിക്കല്ലേ. അയ്യ അത് കറക്റ്റ്. അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ കറക്റ്റ്. ഞാൻ സീസൺ 1 ദിയയുടെ കൂടെ പാടിയതായിരുന്നു. അതുപോലെ എന്റെ കാലിലെ ചന്ദനപ്പെട്ട് എനിക്കല്ലേ. അത് കറക്റ്റാ, മോന് തന്നെ. അത് മക്കൾക്ക് തന്നെ കഴുകി കളഞ്ഞേക്ക്. അവള് പാടിയപ്പോ നിനക്കെന്തിനാ ഇത്ര നാണം? അയ്യോ അല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ കാണാം. ആടി ഒരു ചെമ്പരുന്തം പൂക്കുറ്റി. ഗുഡ് ലക്ക്. ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളം പഞ്ചായത്തിലെ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയും സർവീസ് പെൻഷനേഴ്സും കുടുംബശ്രീ അംഗങ്ങളുമാണ്. വെൽക്കം ടു ടോപ്പ്. സ്വാഗതം. ഞങ്ങൾ വളരെ അഭിമാനത്തോടെ അവിടെ വന്ന് നിൽക്കുന്നത്. കാരണം നമ്മുടെ EMSന്റെ നാട്ടിൽ നിന്നാണ് വരണേന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളുടെ ഫ്ലവേഴ്സ് TVയിലെ കുഞ്ഞുങ്ങളെ നേരിൽ കണ്ട് ഒന്ന് അനുമോദിക്കാനും ആയിരിക്കുന്ന ദൈവത്തിന് തുല്യരായ ജഡ്ജസ് എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായിട്ട് കുട്ടികളുടെ കൂടെ നിന്ന് അവരെ പരിഗണിച്ചുകൊണ്ട് നിൽക്കുന്ന അവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം കനിയട്ടെ. ആയുസ്സും ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ. കൂടുതൽ പാടി ഉയരങ്ങളിലേക്ക് എത്താൻ ഈ മക്കൾക്ക് കഴിയട്ടെ. ഇതിനകത്ത് നന്നായിട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അച്യുതകുമാർ മാഷ്. സുഖപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി. താങ്ക് യു. രാഗവിരുന്നിലേക്ക് എത്തുന്നു ആദ്യ. വെൽക്കം ആദ്യ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഊട്ടിപ്പട്ടണം പാട്ടാണോ? ആ പാട്ടാണോ? അല്ല, കിനാവിലെ ജനാലകൾ. ഒരു സ്കൂൾ കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോകാൻ വന്ന പോലെ ഉണ്ട് അല്ലേ?
ശ്രീയേട്ടാ, പക്ഷെ നമ്മുടെ ടോപ്പ് സിംഗർ വേദി ഒരു സ്കൂളിന് പോലെ അല്ലേ? പിന്നെ? അവര് പഠിക്കുന്നല്ലേ പാട്ട് കാര്യങ്ങൾ പഠിക്കുന്നു. സ്കൂളൊന്നും പറയാൻ പറ്റില്ല, ഒരു കിൻഡർ ഗാർഡൻ. എന്നാലും പാട്ടിന്റെ പല കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ ജീവിതം എങ്ങനെയാണ് പല കാര്യങ്ങൾ അവര് പഠിക്കുന്നു ഇവിടെ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബിഗ് സ്കൂളിംഗ് കമ്പയർഡ് ടു ഇവൻ സ്കൂൾ എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ. അപ്പൊ ആദ്യകുട്ടി എന്തോ இந்த சாங் அப்படியே பாடலாமா? ஆமா பாடலாமே. சரி, ക്ഷമ പാട്ട്. Thank you. അത് എന്നടി അത് കറക്റ്റ് പണി പാടും. ശരിയായിക്കാം മക്കളെ. ഒന്നുകൂടി പാടി നോക്ക്. അല്ലേ മോള്? ആണോ? ഏതാണ്? അത് പെർഫെക്റ്റ് ആയിക്കിട്ടാ മുകളിൽ പോകുന്നത്. റെഡി സർ, റെഡി ടേക്ക്. അതികൂടാ ടേക്ക് വൺ. ശരി, ടോപ്പ് ബാൻഡ് റെഡി, ജഡ്ജസ് റെഡി, ടേക്ക്. യെസ്. റോൾ, ആക്ഷൻ, മ്യൂസിക് പ്ലീസ്.
ആദ്യം ഐ ലവ് യു. ഐ ലവ് യു ടു. ആദ്യ കുട്ടി, എന്തോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സർ. കാരണം കേൾക്കുമ്പോൾ നല്ല സുഖം. ഇവിടെ എല്ലാവരും ഇരുന്ന് കേട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും ഒരു ക്ലാസിക്കൽ സോങ് പാടുന്നതിനെക്കാട്ടി ഡിഫിക്കൽട്ടാണിത്. കാരണം ഓരോ നോട്ട്സ് ടച്ച് 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 ചെയ്ത് പോകുകയാണ് എല്ലോ എന്ന് പറഞ്ഞാൽ ഇതേത് നേച്ചറി റൈമാ? ഇതേത് നേച്ചറി റൈമാന്ന് എനിക്കറിയില്ല. പമ്പ 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 തൊട്ട് തൊട്ട് പോകുകയാണല്ലോ, അതാണ്. അവിടെ മോളിഞ്ഞ് തൊട്ട് 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 പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കുന്നു. പല്ലവി സൂപ്പറായിരുന്നു. പിന്നെ അനുപല്ലവിയിൽ രാവിലെ ലാസ്റ്റിലത്തെ ആ ലൈന് അതെങ്ങനെയായിരുന്നത്? പൊൻപീലിപ്പൂ ചൂടും ഞാൻ രാവിലെ നിലാവിനെ ഇന്നെണ്ണച്ചായും മുക്കി വർണ്ണങ്ങൾ ചേർക്കുമോക്കിനാവിലെ. അപ്പൊ നന്നായിട്ട് വന്നു കേട്ടോ. അവിടെ ഒരു പോർഷനില്ല, ആ ഒരു ഗ്ലൈഡ് ഉണ്ടല്ലോ, അത്രയും നേരം മോള് ക്ലീൻ ആയിട്ട് പോയിട്ട് ആ ഗ്ലൈഡ് കുറച്ചുകൂടെ ആകാരെന്ന് തോന്നി. പിന്നെ തുണ്ട് പല്ലവിലുള്ള 2 സംഗതി, ഇതാണ് എനിക്ക് മൊത്തം തോന്നിയത്. യു ആർ എ ജീനിയസ്. നല്ല എന്താണ് പറയുന്നത്, മെലഡി ക്യൂനാണ്. നല്ല രസമുള്ള ഒരു പാട്ട് മോള് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അതാദ്യം പറയാം മോളെ. എനിക്ക് കിനാവിലെ ജനാലകൾ എന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ ചെവിയുടെ കുഴപ്പമാണോ മോടെ നാക്കിന്റെ കുഴപ്പമാണോ? ഞങ്ങൾ രണ്ടും ഒരു ഡോക്ടറെ അടുത്ത് പോകാം. അതുപോലെ ഒരു ട്രിക്കിയായിട്ടൊരു സ്ഥലമാണ് മോളെ ഈ അനുപല്ലവിയും ചരണവും. മക്കൾ അത് ഒരക്ഷരം തള്ളി എടുക്കേണ്ടതാണ്, ഇല്ലെന്നുണ്ടെ കയ്യിൽ നിൽക്കത്തില്ല താളം. അത് മാത്രമേ മോക്ക് ചെറിയ കൺഫ്യൂഷൻ തോന്നിയുള്ളൂ, അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല മനോഹരമായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഐ ലവ് യു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, പക്ഷെ വെരി ഡിഫിക്കൽട്ട് ടു സിങ്. ശരിക്കും ഒരു ജ്ഞാനമുള്ള ഒരാൾക്ക് അത് പാടാൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് വലിയൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. അത് അറ്റംപ്റ്റ് ചെയ്തതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. എനിക്ക് ശരത്തനം പറഞ്ഞ ആ ഒരു താളമില്ലേ, ചുവരുകളിൽ മനമെഴുതിയ, അവിടെ പോയി അല്ലേ ഋതം, അവിടെ മാത്രം അങ്ങോട്ട്. പിന്നെ യു കോട്ടപ്പ് വിത്ത് ദാറ്റ്. പിന്നെ 1-2 സ്ഥലത്ത് പുതുപുടവകൾ അണിയുകയായി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖപടം നീക്കി, കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻ ദ ലാർജർ സ്കീം ഓഫ് തിങ്സ് ഈ പാർട്ട് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സിങ്. അതിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ചെയ്തെടുത്ത് ഈ ചെറിയ കാര്യങ്ങൾ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു 95-96% മോള് ക്ലിയർ ആക്കി. ഗോഡ് ബ്ലെസ് മോളെ, ഗോഡ് ബ്ലെസ് കേട്ടോ. മക്കളെ സോറി, ഒരു കാര്യം പറയാൻ മറന്നുപോയി മോളെ. ഈ ഇപ്പൊ ഒരു ആല പാടുന്നുണ്ടല്ലോ ഇടയിൽ, ആ ഹമ്മിങ് പാടുമ്പോൾ മോൾ ഈ ഹെഡ് വോയിസിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്നത് ഭീകരമായിട്ട് അറിയുന്നുണ്ട്. 2 പേര് പാടുന്നോണ്ടിരിക്കുന്നു. അങ്ങനെ വരരുത് മക്കളെ കൊണ്ട് പറ്റും. അത് നമ്മുടെ ഒറിജിനൽ വോയിസിൽ നിന്ന് നമ്മൾ ഹെഡ് വോയിസിലേക്ക് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ആ ബ്രിഡ്ജ് വളരെ സ്മൂത്തായിട്ട് അങ്ങ്. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പറയാൻ പറ്റതാ ഹമ്മിങ്ങിന്റെ. താങ്ക് യു. ബ്രില്യന്റ് പെർഫോം. താങ്ക് യു മാം. എനിക്ക് തോന്നുന്നു ഈ സീസൺ 3 വന്ന കുട്ടികളിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്, മെച്യൂരിറ്റി ആൻഡ് പ്രൊഫഷണൽ പെർഫോമൻസ് ആണിത്. ഈ ഒരു ഹമ്മിങ് സ്ഥലമല്ലാതെ ബാക്കിയൊക്കെ ഐ തിങ്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് കാണിച്ചതിൽ യു ആർ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് കിഡ്സ് ഇൻ ദ സീസൺ 3 എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് അമേസിംഗ്. I think you deserve to be in the finals and I'm so proud of you, Adya. Thank you, ma'am. Because ഈ പാട്ട് ആ പല്ലവി കേട്ടപ്പോ എനിക്ക് സത്യത്തില് രോമാഞ്ചം. പക്ഷെ ഉണ്ടല്ലോ ആദ്യക്കുട്ടിക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഫിനാലെ കഴിഞ്ഞിട്ട് വേണം ആദ്യക്ക് ഒരു പുട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ. പുട്ട് ഐസ്ക്രീമോ? എനിക്കത് അറിയാം. പുട്ടുകുറ്റിയില്ലേ, അതിന്റെ അകത്ത് പല സ്ട്രോബെറി, വാനില, പിസ്ത, ചോക്ലേറ്റ്, മാംഗോ അങ്ങനെ എല്ലാ ഫ്ലേവറും വിത്ത് നട്ട്സ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് ഇങ്ങനെ പുട്ട് പോലെ നമ്മുടെ അണ്ണാക്കിലേക്ക് കുത്തി ഇറക്കി തരുവണ്ണ. അപ്പൊ പുട്ടുകുറ്റിയുണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം വാശിയാ, ഞാൻ കഴിച്ചിരിക്കും. മോളെ ഇത് കഴിഞ്ഞിട്ട് മതി കേട്ടോ.
ഇതിന് മുമ്പ് കഴിച്ച് തൊണ്ടയെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം പുട്ടേ പുട്ടേ എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. നല്ല പുട്ടുപോലെ പാടിയിരുന്ന കുട്ടിയാണ്. അതെ, ആദ്യ ഒരു കിനാപ്പൂക്കുറ്റി. ഗുഡ് ലക്ക് മൈ ഡിയർ. താങ്ക് യു സർ. ബൈ. വിരൽ തൊട്ടതാരാണോ? ടോപ്പ് സിംഗറിന്റെ ഒരു മനോഹരമായ സെമി ഫൈനൽ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഫിനാലെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ടോപ്പ് സിംഗർ എന്നറിയാനായിട്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ സീസൺ 1ലെയും 2ലെയും ഒക്കെ കുട്ടി താരങ്ങൾ ഇവിടെ വന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് നല്ല നല്ല പാട്ടുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് മാത്രം ഒരു ടാറ്റാ ബൈ, സീ യു.